വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എൻ്റെ കൂടെ പേജിക്ക് പഠിച്ചിരുന്ന അമ്മീൻ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നത്, ഒരു പരിപാടി ഉണ്ട്, ഒരു ഫൺ എലക്ഷൻ ഗെയിമാണ്, അതിലൊരു കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കും എന്നുള്ളത്. എനിക്ക് ആദ്യം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അത് മത്സരിക്കണോ വേണ്ടോ എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ കോളേജൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ഓക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഫ്ലൂ പിടിച്ച് കിടപ്പിലായി. പിന്നെ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാണ്ടായി. പിന്നെ എങ്ങനെയൊക്കെയോ തലേ ദിവസമാണ് അതിൻ്റെ ഒരു വോയിസ് മെസ്സേജൊക്കെ ഞാൻ എല്ലാവർക്കും അയക്കുന്നതൊക്കെ. എന്താകും എങ്ങനെയാവും എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ടാണ് പോയത്. പക്ഷേ ഒരു കോളേജ് ലൈഫ് മൊത്തം ഒരു ദിവസം കൊണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ച ഒരു പരിപാടിയായിരുന്നു മെസ്പ കാർണിവൽ. ഇലക്ഷൻ പ്രചാരണവും വോട്ട് ചെയ്യലും ജൈവിളികളും ഗെയിംസും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ കളറായിരുന്നു പരിപാടി. ലെജൻഡ്സ് ഓഫ് MES പൊന്നാനി എന്ന പാനലിൽ മാഗസിൻ എഡിറ്ററായിട്ടാണ് ഞാൻ മത്സരിച്ചിരുന്നത്. ഇലക്ഷനിൽ നല്ല 8 നിലയിൽ പൊട്ടി. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അന്നുണ്ടായിരുന്ന ലക്കി ഡ്രോയിൽ എനിക്ക് ഫോൺ പ്രൈസ് അടിച്ചു.